നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വരികയാണ്. അപ്പോൾ ജ്യോതിഷകേരളി ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മളിപ്പോൾ ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യാതെ തന്നെ നന്നായിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രിപ്ഷനും ലൈക്കും തരുന്നു. ശരിക്കൊരു എന്താ പറയുക, വളരെ ശ്രദ്ധയോടെയും വളരെ പ്രോത്സാഹനത്തോടെയും നമ്മുടെ ഈ വീഡിയോകൾ കാണുന്നതിന് പ്രപഞ്ചശക്തിയുടെ പേരിൽ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നും ഇതുണ്ടാവണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഈ നന്ദിയും സ്നേഹവുമാണ് നമുക്ക് ഇതിനകത്തുള്ള എന്താ പറയുക ഒരു പ്രോത്സാഹനം, ഊർജം. നമ്മൾ ഇന്ന് വൃശ്ചികക്കൂറിൻ്റെ ഇനി കുറച്ച് കാലത്തേക്കുള്ള ഗുണദോഷ ഫലമാണ് ചിന്തിക്കുന്നത്. വൃശ്ചികക്കൂറ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരം കാണുന്നവരായതുകൊണ്ട് എല്ലാം അറിയാം. കാരണം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, 4-ാം പാദം, അനിഴവും തൃക്കേട്ടയും. അപ്പോൾ പൊതുവിൽ നമ്മളിപ്പോൾ ഇത് ചിന്തിക്കാൻ കാരണം ഒരു 5-6 മാസം മുമ്പാണ് രാഹു കേതുവും ശനിയും വ്യാഴമൊക്കെ മാറിയത്. അപ്പോൾ ഈ മാറിയത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ മാറ്റം ഏറ്റവും ഒരു അനിഷ്ടമായി ബാധിച്ച 2 കൂറുകാരെന്ന് പറയുന്നത് ചൊവ്വയുടെ ആധിപത്യമുള്ള വൃശ്ചികക്കൂറിനെയും മേടക്കൂറിനെയാണ്. അപ്പോൾ അതിൽ ഈ വൃശ്ചികക്കൂറിനെ സംബന്ധിച്ച് കുറച്ചുകൂടി കാഠിന്യമായിട്ട് ബാധിച്ചു. അതിൻ്റെ കാരണം വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞു. നമ്മൾ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ടൊരു ടേംസാണ്. കാരണം കബഡി ആരൂഢിക്കും പോലും വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞാൽ പിന്നെ ഫലം പറയാൻ പാടില്ല എന്നാണ്. അത്ര ദോഷമായിട്ടാണ് അഷ്ടമസ്ഥാനത്തെ കാണുന്നത്. അഷ്ടമം എന്ന് പറയുന്നത് നമ്മൾ മരണം, അതുപോലെ തന്നെ കടുത്ത കഷ്ടത, മരണതുല്യമായ കഷ്ടത, വ്യാധി, ഇങ്ങനെയൊക്കെയാണ് അഷ്ടമഭാവത്തെ കാണുന്നത്. പക്ഷെ അങ്ങനെ മാത്രം കാണേണ്ടതില്ല. അതിനകത്തും ചില ഗുണങ്ങളുമുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ വൃശ്ചികക്കൂറുകാർക്ക് കഴിഞ്ഞ 6 മാസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുടെയും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും കടബാധ്യതകളുടെയും പിന്നെ ജോലിയിലോ അല്ലെങ്കിൽ മറ്റ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെയുള്ള ടെൻഷനും പ്രശ്നങ്ങളുമൊക്കെ ഇനി അങ്ങോട്ട് എങ്ങനെ മാറും എന്നാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. അപ്പോൾ ഏത് ഗ്രഹങ്ങളുടെ മാറ്റവും, ഈ ഗ്രഹങ്ങളൊക്കെ മാറിയത് പൊതുവിൽ അനിഷ്ടമാണെങ്കിൽ കൂടി എത്ര വലിയ മാറ്റവും ഒരു ആദ്യത്തെ 6 മാസം നമുക്ക് കുറച്ച് കഠിനമായി ബാധിച്ചാൽ പിന്നീട് അത് മൈൽഡായി വരും. കുറച്ച് ദോഷകാഠിന്യം കുറഞ്ഞുകൊണ്ടേ വരും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ദോഷകാഠിന്യം കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, ക്രമേണ കൊണ്ട് നിങ്ങൾക്ക് നല്ല അവസരങ്ങളിലേക്ക് പോവുകയാണ്. അതായത് നിങ്ങൾക്ക് ധനപരമായി കടങ്ങൾ തീർക്കാനും ധനപരമായി ഉയർച്ച വരാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഈശ്വരൻ കൊണ്ട് തരും. അത് നമ്മൾ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിച്ച് പോയാൽ അത് ഫ്യൂച്ചറിലേക്ക് ഗുണം ചെയ്യും. ഫ്യൂച്ചറിലേക്ക് ഗുണം ചെയ്യുമെന്ന് പറയാൻ ഈ അഷ്ടമത്തിൽ വ്യാഴമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഷ്ടമാണെന്ന് വിചാരിച്ചാൽ പോലും അത് കഴിഞ്ഞാൽ സർവേശ്വരകാരകൻ, ദൈവാധീനത്തിൻ്റെ കാരകനായ സർവ്വ ഐശ്വര്യം തരേണ്ട, ധനവും സന്താനത്തിനെ കൊണ്ടുള്ള ഗുണവും തരേണ്ട വ്യാഴം 8-ൽ നിന്ന് പിന്നെ മാറുന്നത് 9ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ്. ഭാഗ്യങ്ങൾ കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ 10-ൽ കർമ്മം കൊണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട്, ബിസിനസ് കൊണ്ട് ഗുണം വരും. അത് കഴിഞ്ഞ് 11 കൊണ്ട് അതിന് ലാഭം വരും. അപ്പോൾ ഇനി അങ്ങോട്ട് 2026 മാർച്ച് തൊട്ട് 3 വർഷം നിങ്ങൾക്ക് ഐശ്വര്യവും ധനവും ഭാഗ്യവും ചൊരിയാൻ തയ്യാറായി വ്യാഴം നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പം തൽക്കാലം ഒരു ശകലം കഷ്ടതയുണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങളെ, നമ്മൾ പറയില്ലേ, നമ്മളെ കഷ്ടകാലമൊക്കെ കഴിയാറായി, ഇനി നമുക്കങ്ങോട്ട് നമ്മുടെ സുവർണ്ണകാലം വരാൻ പോവുകയാണ്. മനസ്സിലായല്ലേ? എങ്കിലും ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് ശ്രദ്ധിക്കണം. കാരണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ യാത്രകളിൽ വെള്ളമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ചെറിയ ചെറിയ വീഴ്ചയോ തടസ്സങ്ങളോ വരാതെ സൂക്ഷിക്കുക. ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും വളരെ കോഷ്യസ് ആയിരിക്കണം. കാരണം നമ്മുടെ പ്രത്യേകിച്ച് നല്ല ഉത്തരവാദിത്വമുള്ള ജോലിയിലിരിക്കുന്നവർ, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു IAS IPS അതുപോലെ തന്നെ ഒരു സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി പോസ്റ്റിലൊക്കെ ഇരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഒരു ഡിസിഷനും ഒപ്പം കൊണ്ടാണ് പല കാര്യങ്ങളും നടപ്പിലാകേണ്ടത്. അവിടെ ചെറിയ അശ്രദ്ധ ഇതുകൊണ്ട്
ഫ്യൂച്ചറിൽ അതിൻ്റെ കഷ്ടതകൾ നമ്മൾ അനുഭവിപ്പിക്കാൻ തക്കവണ്ണം ഉള്ള ചില പദ്ധതികളും കാര്യങ്ങളും നമ്മളിലേക്ക് തേടി വരാൻ സാധ്യതയുള്ള സമയമാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, 12 നഷ്ടസ്ഥാനത്ത് ഇപ്പോൾ ചൊവ്വയും ബുധനും കൂടെ നിൽക്കുകയാണ്. ബുധൻ രേഖാകാരകനാണ്. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, എല്ലാ എഗ്രിമെൻറ്റുകളുടെയും പിന്നെ എഴുത്തുകുത്ത് കടലാസ് പരിപാടികളുടെ എല്ലാം ആള് ബുധനാണ്. അവിടെ കലഹകാരകനായ, അതായത് 6ാം ഭാവാധിപത്യമുള്ള, നമ്മുടെ ഇപ്പം വൃശ്ചിക രാശിയുടെ ആധിപത്യം, ജന്മരാശിയുടെ ആധിപത്യം, 6ാം ഭാവാധിപത്യം, 6 എന്ന് പറയുന്നത് കളവ്, ചതിവ്, അങ്ങനെയുള്ള അതിൻ്റെ ഭാവാധിപത്യമുള്ള ചൊവ്വയും കൂടി ബുധനോടൊപ്പം ചേർന്ന് 12 നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ജോലികളിൽ വളരെ ശ്രദ്ധ പുലർത്തണം. പൊളിറ്റീഷ്യൻസ്, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ, കലാകാർ, അവരിടപെടുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധ പുലർത്തണം. കാരണം ഇല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ അനിഷ്ടങ്ങൾ കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ ബാധിക്കും. എന്നാൽ ധനപരമായിട്ടും അതുപോലെ തന്നെ ജീവിതത്തിലുമൊക്കെ ഒരുപാട് മാറ്റം വരാൻ പോവുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നു. ഇനി നമ്മളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കർമ്മസ്ഥാനത്ത് ശുക്രനും കേതുവും കൂടെ ചേർന്നാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുമായിട്ട് അടുത്തിടപഴകുന്ന, അതായത് ജോലിയിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും നമ്മുടെ പ്രവർത്തന മേഖലകളിലായിരുന്നാലും നമ്മളുമായിട്ട് ഇടപഴകുന്ന നമ്മുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പുരുഷനാണെങ്കിൽ സ്ത്രീയും, സ്ത്രീയാണെങ്കിൽ പുരുഷൻ വഴി നമുക്ക് എങ്ങനെ പറയാൻ, തെറ്റിദ്ധാരണ, അപകീർത്തി, പേരുദോഷം, അല്ലെങ്കിൽ നമുക്ക് താക്കീതുകൾ, സർക്കാർ തലത്തിലോ അല്ലാതെയുള്ള താക്കീതുകൾ, ജോലിയിൽ ഡീപ്രമോഷൻ, അതുപോലെ തന്നെ സസ്പെൻഷൻ, അനിഷ്ടകരമായ ട്രാൻസ്ഫറുകൾ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിൽ കണ്ടോളണം. അതുകൊണ്ട് ജാഗ്രത പുലർത്തുക, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലൊന്നും ശ്രദ്ധ പുലർത്തിയാൽ ദോഷം വരില്ല. മറ്റൊന്ന്, നിയമപരമായ ഒരു കാര്യങ്ങളും ചെന്ന് പെടരുത്. അതായത് ജാമ്യം നിൽക്കരുത്, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മധ്യസ്ഥ പറയാനോ ഇടയ്ക്ക് നിൽക്കാനോ പോകരുത്. അതുപോലെ തന്നെ വാസ്തു ഇടപാടുകൾ, അതുപോലെ തന്നെ പുതിയ ഭൂമി വാങ്ങിക്കുക, അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, ഭൂമിപരമായ കാര്യങ്ങൾ ജാമ്യം നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും പോകരുത്. ഒരു 5-6 ഇല്ലെങ്കിൽ ഒരു 3-4 മാസത്തേക്ക് കൂടെ കുറച്ചൊരു ശ്രദ്ധ അത്തരം കാര്യങ്ങളിൽ പുലർത്തണം. കാരണം അത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ചതിവോ വഞ്ചനയോ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ, അതായത് ഇതിലൊക്കെ ഞാൻ പറയാൻ കാരണം, എപ്പോഴും നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സഹകരിക്കുന്ന ആൾക്കാർ വഴിയായിരിക്കും ഇത് വരിക. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാഹചര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങളെ ഇതിലേക്ക് ഉൾപ്പെടുത്തി പോകുന്നതാണെന്ന് ധരിച്ചോളണം. അതുകൊണ്ട് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരം എന്താ പറയുക, ബുദ്ധിമോശ കാര്യങ്ങളിപ്പോൾ ഇടപെടരുത്. എന്ത് കാര്യങ്ങളിലും നമ്മൾ വലിയ മിടുക്കരാണെന്ന് പറഞ്ഞ് തീരുമാനം എടുക്കരുത്. ഒരു സെക്കൻഡോ തേർഡോ ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ. ഭൂമിയിൽ നമ്മൾ പുതിയ വീട് വയ്ക്കുക, അതുപോലെ തന്നെ പുതുക്കി പണിയുക, വീട് പുതുക്കി പണിയുക, ഇതൊന്നും ഇപ്പോൾ ഉടനെ ചെയ്യണ്ട. ഭൂമി വിൽപ്പനയിലൊക്കെ നഷ്ടം വരും. അതുപോലെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊന്നും ഇപ്പോൾ കുറച്ച് സ്ലോയിൽ പോയാൽ മതി. തൽക്കാല സമയം അത്ര നന്നല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 4 മാസം കഴിഞ്ഞ് സമയം നന്നായി വരുള്ളൂ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ല. ഇനി ഞാൻ മറ്റൊന്ന് പറയുന്നത്, വളരെ നിങ്ങളെ സഹായിക്കാവുന്ന, സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു ഗ്രഹമാണ് ശനി. അതിൻ്റെ കാരണം, നിങ്ങൾക്ക് 3ഉം 4ഉം ഭാവാധിപത്യമുള്ള ശനി ഇപ്പോൾ നമുക്ക് ഒരു 5-ൽ ബുദ്ധിയുടെ സ്ഥാനത്ത് നിൽക്കുകയാണ്. 5-ൽ വലിയ ദോഷവും ഗുണവും ചെയ്യത്തില്ല. പക്ഷേ അവിടെ നമ്മൾ വേണ്ടത് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലേ, പലപ്പോഴും അലസത തോന്നും. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അലസത മാറ്റിയെടുക്കണം. പരീക്ഷകളിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ നമ്മൾ പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഒരു കാര്യം പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കരുത്. അങ്ങനെ പോയാൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. ഇത്തരത്തിൽ പോകുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം തന്നെ വരും. എന്തായാലും സമയം പഴയതിനേക്കാൾ മാറിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കുക. പുതിയ കടബാധ്യതകൾ ഉണ്ടാക്കാതിരിക്കുക. ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് ജീവിക്കുക. നിങ്ങൾക്ക് ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങളോ ഡെവലപ്മെൻ്റോ ഒന്നും ഇപ്പോൾ ഉടനെ വേണ്ട. ഒരു 6 മാസം കൂടെ കഴിയട്ടെ. അങ്ങനെ ശ്രദ്ധിച്ചു പോയാൽ
ഇപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ് അല്ല ആകാം. നാളെ നിങ്ങൾക്ക് വളരെ ഉയർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യത വരികയാണ്. അതിനുള്ള പേപ്പർ വർക്കുകൾ, പ്ലാനിങ്ങുകൾ, അതിൻ്റെ മറ്റ് എന്താ പറയുക, ബേസ്മെൻറ്റ് ഉറപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മൂലധനം സ്വരൂപിക്കാനുള്ള വഴികൾ തേടുക, ലോണിനൊക്കെ അപ്ലൈ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ചെയ്താൽ മാർച്ച് കഴിയുമ്പോൾ നിങ്ങളിതിലെല്ലാം വിജയിച്ച് വരും. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മാർച്ച് തൊട്ട് അങ്ങോട്ട് 2-3 വർഷം വളരെ നല്ലതാണ്. അതിനുള്ള അടിത്തറ ഇടാനുള്ള സമയമാണെന്ന് വിചാരിക്കുക. സമയം അങ്ങനെ മോശമൊന്നുമല്ല, എന്നാൽ പൊതുവിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിനും വാട്സപ്പ് ചെയ്യാം. പിന്നെ കോൾ ഞാനധികം എൻ്റർടൈൻ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളെന്നല്ല, നമ്മൾ ഈ ചാനലിൽ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്നു. ഒപ്പം നമുക്ക് സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ലൈക്കും കൂട്ടി കൊണ്ടുവരുന്ന ആത്മമിത്രങ്ങൾക്ക് പ്രപഞ്ചശക്തിയുടെ പേരിൽ എല്ലാ നന്മകളും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.